ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് പലപ്പോഴും നമ്മുടെ കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതുപോലെ തന്നെ വളരെ വ്യക്തിപരമായി എന്നെ വാട്സപ്പിൽ വന്ന് ചോദിച്ചിട്ടുള്ളതും ചിലരൊക്കെ എന്നോട് അവർക്ക് ഏറ്റവും അധികം കോംപ്ലിമെൻ്റ് കിട്ടിയ പെർഫ്യൂമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതിൽ നീഷ് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്ന ആളുകൾ അടക്കം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു പെർഫ്യൂം നിങ്ങൾ റിവ്യൂ ചെയ്യണം, ഇത് കൊണ്ടുവരണം. അവരുടെ കളക്ഷനിൽ അവർക്ക് ഏറ്റവും അധികം കോംപ്ലിമെൻ്റ് വാങ്ങി തന്നതും അവർക്ക് ഈ ഒരു പെർഫ്യൂമാണ് അവരുടെ സിഗ്നേച്ചർ പെർഫ്യൂം എന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തുടക്കത്തിൽ എന്നോട് ആവശ്യപ്പെട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അത് മാത്രമല്ല, ഞാൻ പെർഫ്യൂം വാങ്ങുന്ന സ്റ്റോർ അല്ലെങ്കിൽ വെണ്ടേഴ്സ് അവരുടെ സിഗ്നേച്ചർ പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അന്ന് മുതലേ ഇത് വാങ്ങും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും വാങ്ങാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇതിൻ്റെ ഒരു 10 ml 20 ml പാർഷ്യൽ വാങ്ങി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം കുറേ നാളായി. അതിനുശേഷം ഈ ഒരു പെർഫ്യൂം നോക്കി ഇപ്പോഴാണ് കിട്ടിയത്. പെർഫ്യൂം ഇതാണ്. ഇതിൻ്റെ പേര് പലരും തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് മാർക്ക് ആന്ത്വാൻ ബാർവ ഗാനിമെഡ് എന്നാണ് പെർഫ്യൂമിൻ്റെ ഫ്രഞ്ച് ഉച്ചാരണ ശൈലിയിൽ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗാനിമെഡ് എന്ന് നമുക്കൊണെങ്കിൽ പറയാം ചുരുക്കി. കയ്യിലിരിക്കുന്ന ടെസ്റ്റർ ബാച്ചാണ്. ബാച്ച് നമ്പറും ലോട്ട് നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ടെസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിച്ചു നീട്ടാനോ പിരിപ്പിച്ച് പറയാനൊന്നുമില്ല. ഇതാണ് ബോട്ടിൽ. ഇവിടെ ഗാനിമെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ആന്ത്വാൻ ബാർവ EDP. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. മെറ്റലല്ല, ഗോൾഡ് നിറത്തിലുള്ള പെയിൻ്റാണ് പൂശിയിരിക്കുന്നത്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. കട്ടിയുടെ ഗ്ലാസ്, ബാച്ച് കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവരുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെറ്റലായിട്ടുള്ള ക്യാപ്പാണ് നൽകിയിട്ടുള്ളത്. സ്പ്രേയറിൻ്റെ മുകളിലും ആ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂമിൻ്റെ പെർഫ്യൂമർ ആരാണെന്നറിയാം? ക്വിൻറ്റിൻ ബിഷ്. നമ്മുടെ ചാനലിൽ പലപ്പോഴും പറഞ്ഞിട്ട് ഉള്ള ഒരു പേരാണ് ക്വിൻറ്റിൻ ബിഷ്. അദ്ദേഹമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പെർഫ്യൂമർ. 2020 ഈ ഒരു പെർഫ്യൂം, 2019-20 കാലഘട്ടത്തിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. അക്കാലത്ത് ഏറ്റവും മികച്ച നീഷ് പെർഫ്യൂം എന്ന അവാർഡ് ഈ ഒരു പെർഫ്യൂം സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇനി ഇത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പെർഫ്യൂം ഇറങ്ങിയാൽ അന്നും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു DNA ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അത് കാലാന്തരങ്ങൾ കഴിഞ്ഞാലും ഈ പെർഫ്യൂം ഇപ്പോൾ 2045 ഇറങ്ങിയാലും അന്നും ഈ പെർഫ്യൂമിന് ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചില ചലച്ചിത്രങ്ങൾ, ചില സിനിമകൾ നമുക്ക് ഇന്നിരുന്ന് കാണുമ്പോൾ 10-30 കൊല്ലം മുമ്പ് എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ ഗുരു. ഇപ്പോഴും അത് കാണുമ്പോൾ അന്നത്തെ ആ ഒരു വിഷൻ, എഴുത്ത് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ പടത്തിൻ്റെ ഉള്ള ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ക്യാരക്ടറൈസേഷൻ, ഇതെല്ലാം എത്ര കൊല്ലം കഴിഞ്ഞാലും അത് റെലവൻ്റ് ആണ്. ഇപ്പം സന്ദേശം പോലുള്ള സിനിമകൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് ഈ ഒരു പെർഫ്യൂം. 2020 ചെയ്തതെങ്കിലും 2045 വരുന്ന തലമുറകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു വിചിത്രമായ പേരിടാൻ കാരണം? ശരിക്കും പലരും പറയുന്നത് ഈ പെർഫ്യൂം അവിടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പിൽ നിന്ന്, പക്ഷേ യൂറോപ്പിൽ നിന്നുള്ള പേരാണ് അവർ കടമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ DNA, ഇതിൻ്റെ സത്ത് അവർ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിൻ്റെ പുറത്തു നിന്നാണ്. അതായത് ഗ്രീക്ക് പുരാണം അനുസരിച്ച് അതീവ സുന്ദരനായ ഒരു ട്രോജൻ രാജകുമാരനാണ് ഗാനിമീഡ്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ സൂസ് ദേവം ഒരു കഴുകന്റെ രൂപത്തിലെത്തി ഗാനിമീഡിനെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയും ദേവങ്ങൾക്ക് അമൃത് വിളമ്പുന്ന ആളാക്കി മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് ഗാനിമീഡിന് അമരത്വം, ഇമ്മോർട്ടാലിറ്റി, നിത്യ യൗവനം ലഭിച്ചു. ഒരു ദൈവത്തിൻ്റെ ചർമ്മത്തിന് എന്ത് മണമായിരിക്കും ഉണ്ടാവുക എന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ക്വിൻറ്റിൻ ബിഷ് ഈ ഒരു DNA അദ്ദേഹം തൻ്റെ ലാബിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പം ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന മണം എന്തായിരിക്കും, അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് മണമായിരിക്കും ഉണ്ടാവുക? നിത്യ യൗവനത്തിൻ്റെ മണം, അമരത്വത്തിൻ്റെ മണം. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ മണത്തിന് ഒരു പുതുമ ഉണ്ടായിരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ ഒരു പെർഫ്യൂം ക്വിൻറ്റിൻ ബിഷ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം എനിക്ക് ട്രൈ ചെയ്തപ്പോൾ വിചിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIക്ക് ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. അതുപോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു DNA ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഗാനിമീഡ് എന്നുള്ള പേര് വരാൻ കാരണം വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഗാനിമീഡ്. അവിടെ തിളക്കമുള്ളതും വലിയ പാറക്കെട്ടുകളും ഉപ്പുരസങ്ങളുമുള്ള, അതീവ ഉപ്പുരസങ്ങളുള്ള സമുദ്രങ്ങളും ഇതൊക്കെ നിറഞ്ഞ ഒരു പ്രതലമാണ് ഗാനിമീഡിൻ്റേത്. അപ്പോൾ ആ ഒരു ഉപഗ്രഹത്തിൻ്റെ അവിടുത്തെ നിഗൂഢത, അവിടുത്തെ വിസ്മയങ്ങൾ, അവിടുത്തെ കാലാവസ്ഥ, ഇതെല്ലാം ആവാഹിച്ചെടുത്ത് ആ ഒരു പേരിൽ നിന്നാണ് ഈ ഒരു പെർഫ്യൂമിന് അതുപോലെ ഒരു പേരിട്ട് കൊടുത്തത്, ഗാനിമീഡ് എന്ന പേരിട്ട് കൊടുത്തത്. ഇതാണ് ഈ പെർഫ്യൂമിന് പിന്നിലെ ചരിത്രം. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മാത്രം ഇതെന്താണ് ഇതിൻ്റെ DNA എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ നോട്ടിലേക്ക് വന്നാൽ മെയിൻ പ്രൊഫൈൽ, അതിൻ്റെ സ്ട്രക്ചർ പണിഞ്ഞിരിക്കുന്നത്, അടിസ്ഥാനം പണിഞ്ഞു വെച്ചിരിക്കുന്നത് മിനറൽ
വാം സ്പൈസി ലെതർ വുഡി ഊദ് മസ്കി മെറ്റാലിക് പൗഡറി ഫ്ലോറൽ ഫ്രൂട്ടി. ഒരു തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ DNA പോയിരിക്കുന്നത്. നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ സാഫ്രോൺ ഇറ്റാലിയൻ മാൻഡറിൻ, മിഡിൽ നോട്ടിൽ ചൈനീസ് ഓസ്മന്തസ് ഇമ്മോർത്തലെ വയലറ്റ് ലീഫ്, ബേസ് നോട്ടിൽ മിനറൽ നോട്ട്സ് സ്വേഡ് അക്കികാല വുഡ് സീഡാർ മസ്ക് പച്ചൂളി. ഇത് ഇത്രയുമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റാണ് കൊടുത്തത് ഇതിൻ്റെ സ്പ്രെയർ. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എനിക്ക് ഏത് പെർഫ്യൂം എടുക്കണമെന്ന് എനിക്കറിയില്ല, എല്ലാ പെർഫ്യൂമും ട്രൈ ചെയ്തു, മടുത്തു, ഒന്നിനും ഒരു പുതുമ തരാൻ പറ്റുന്നില്ല, പണ്ട് കിട്ടിയിരുന്ന ഒരു വാവ് ഫാക്ടർ എനിക്കിപ്പോൾ ചില പെർഫ്യൂമുകളൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം പ്രധാനമായും റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ഒരു സിഗ്നേച്ചർ പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സവിശേഷതകളും അടങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മാർക്ക് ആന്തുവാൻ ബർവ ഗാനിമീർ എന്ന ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ മിനറൽസ് ആണ് ഇതിലെ ടോപ്പ് നോട്ടിൽ ആദ്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഇറ്റാലിയൻ മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു സൂചന വന്നു പോകുന്നതുള്ള, ശല്യക്കാരനല്ല, അവനുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം ചെറിയ ഒരു ഓറഞ്ചിൻ്റെ മണം പോലെ വന്നിട്ട് വയലറ്റ് ലീഫിൻ്റെ മണം, സാഫ്രോണിൻ്റെ മണം. പിന്നെ ഇതിൻ്റെ പെർഫ്യൂമർ ക്വിന്റിൻ ബിഷ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂമിന് നമ്മുടെ വേറൊരു പെർഫ്യൂമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. അതായത് ബോയ്സ് ഇമ്പീരിയലുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. അതായത് ബോയ്സ് ഇമ്പീരിയൽ ചെയ്തു വെച്ചിരിക്കുന്നത് തുളസി എന്ന DNA എടുത്ത് തുളസിക്ക് ചുറ്റുമാണ് ബാക്കിയുള്ള അടിത്തറകൾ പാകിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. പക്ഷെ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു തുളസിയുടെ മണം എവിടെയോ വന്നു പോകുന്നുണ്ടോ എന്നുള്ളതല്ലാതെ രണ്ടും സെയിം അല്ല. ഇത് കുറെ കൂടി മെറ്റാലിക് ആണ്, ചെറിയ ഗ്രീൻ സ്പൈസിനെസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇമ്മോർത്തല എന്നുള്ള ഫ്ലോറൽ നോട്ട്, അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു ഫ്ലോറൽ നോട്ട് എവിടെ നിന്ന് വരുന്നില്ല. അതിന് ചെറിയൊരു ജാസ്മിൻ്റെ ടച്ച് എനിക്കിത് ചെറുതായിട്ട്, ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നില്ല, വന്നു പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊന്നും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ചെറിയൊരു മെറ്റാലിക്, അതായത് വെള്ളി നിറത്തിലുള്ള ഒരു വസ്തു, അത് സൂര്യനിലൊന്ന് തട്ടിച്ച് പ്രതിഫലിക്കില്ലേ, ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ്. വെള്ളി സൂര്യന് നേരെ തിരിച്ചു പിടിക്കുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തിളക്കമുള്ള ഒരു മണം, ഒരു മെറ്റാലിക് നോട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ ഗാനിമീഡ് എന്ന ഉപഗ്രഹത്തിന്റെ പ്രതലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു തിളക്കമുള്ള ഒരു ഗ്ലിറ്ററിംഗ് എഫക്റ്റ് തരുന്ന ഒരു നോട്ട് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇതിലൊരു മെറ്റാലിക് ഗ്ലിറ്ററിംഗ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഏറിയാണ് ഈ പെർഫ്യൂം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്തരീക്ഷത്തിൽ ഈ മണം ഓരോ മോളിക്യൂളായിട്ട് തുള്ളിയായിട്ട് നിറഞ്ഞു നിൽക്കും. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്താലും ഇതിങ്ങനെ താഴെ വന്ന് ഇറ്റ് വീഴില്ല, മറിച്ച് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് റൂം ഫില്ല് ചെയ്ത് ഒരു പുകപടലം പോലെ, ഒരു മഞ്ഞ് പോലെ റൂം മുഴുവനും ഇതിൻ്റെ മണം തങ്ങി നിൽക്കും. അതാണ് ഞാൻ ഏറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഏറി ആയിട്ടുള്ള പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ട്രൈ ചെയ്തിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഏതാനും മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ മണം നമുക്ക് ആ മുറിയിൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോഴും മണം ഉണ്ടാവും. വളരെ ഏറിയാണ്, മതിലൊക്കെ ഈ മണം പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതിൽ ലെതർ ചേർത്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, ഊത് ചേർത്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് മിനറൽ നോട്ടാണ്, മിനറൽ പെർഫ്യൂം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെർഫ്യൂം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതുപോലെ ചിലർ പറയാറുണ്ട് കോസ്മിക്, അതായത് ഇന്റർസ്റ്റെല്ലാർ വസ്തുക്കളുടെ അല്ലെങ്കിൽ അന്യഗ്രഹ UFO അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, UAP പോലുള്ള അന്യഗ്രഹ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വാഹനം, അവരുടെ ഒരു പറക്കും തളുകയ്ക്ക് എന്ത് മണം ഉണ്ടാവും, അതുപോലത്തെ ഒരു ഫ്യൂച്ചറിക് മെറ്റാലിക് മണം വരുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ ഒരു തരത്തിലും ഇത് തലവേദനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഛർദിൽ, ചില മണങ്ങൾ നമുക്ക് അടിക്കുമ്പോൾ ഛർദിൽ തോന്നും, അല്ലെങ്കിൽ തലക്കറക്കം വരും, മൈഗ്രെയിൻ ഉണ്ടാകും, അതുപോലുള്ള നോട്ടുകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷെ ഇതിലൊരു മെറ്റാലിക് ചുവയുണ്ട്. മെറ്റാലിക് എന്ന് പറയുന്നത് മണത്തിലല്ല, ഒരു തിളക്കം. മെറ്റൽ സൂര്യനിൽ തട്ടുമ്പോൾ ഒരു തിളങ്ങുന്നത് പോലെ ഈ മണത്തിൽ എന്തൊരു തിളങ്ങാനുള്ള ഒരു ചാലക ശക്തി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ലൈറ്റായിട്ട് സാഫ്രോൺ ചേർത്തിട്ടുണ്ട്. ഈ തുളസിയുടെ മണവും സാഫ്രോണിൻ്റെ മണവും ഈ മെറ്റാലിക് നോട്ടും, പിന്നെ ഡ്രൈഡോണിൽ വരുന്നത് ആംബ്രോക്സാനും മസ്കുമാണ്. ആംബ്രോക്സാൻ നല്ലൊരു ഫിക്സേറ്റീവ് ആണ്. അതുകൊണ്ട് എല്ലാ നോട്ടിനെയും ഇത് ചേർത്ത് എല്ലാ നോട്ടിനെയും കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചങ്ങല പോലെ ബന്ധിച്ചിട്ടുണ്ട്. ഒന്നും ഓവർ പവർ ആവാതെ എല്ലാത്തിനെയും ഫിക്സേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആംബ്രോക്സാൻ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ സെൻട്രയിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള സെൻട്രയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലോഞ്ചിവിറ്റി പ്രൊജക്ഷനെ കുറിച്ച് നിങ്ങൾ മറന്നു നിൽക്കുക. അതൊക്കെ വേറെ ലെവലിലാണ് അത് ചെയ്തു വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം അറിയപ്പെടുന്നത് തന്നെ ഇതിൻ്റെ പെർഫോമൻസിലാണ്. അതായത് ഒരു ക്ലീൻ മാസ്കുലിൻ ഫ്രഷ് പെർഫ്യൂം ആയിരുന്നിട്ട് കൂടിയും ഇതിൻ്റെ ലോങ്ജിവിറ്റി 10 മണിക്കൂറിനപ്പുറമാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി കിട്ടുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ എക്സ്ട്രാക്ട് വെർഷനും ഇറക്കിയിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല.
അപ്പോൾ നിങ്ങൾക്ക് ബോയ്സ് ഇമ്പീരിയൽ ഇഷ്ടമാണെങ്കിൽ അതിനെ ഒരു പടി അല്ലെങ്കിൽ 2 മടങ്ങ് അതിനെ കുറച്ചുകൂടി നീഷ് വൽക്കരിച്ച് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആക്കി കുറെ കൂടി നോട്ടുകളൊക്കെ ആഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ് ഗാനിമീർ. ഇത് നിങ്ങൾ കളക്ഷനിൽ ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് 2019-20 കാലഘട്ടത്തിൽ ബെസ്റ്റ് നീഷ് പെർഫ്യൂം അവാർഡ് ഈ പെർഫ്യൂം സ്വന്തമാക്കിയത്. എന്തുമാത്രം പെർഫ്യൂം ഇറങ്ങിയിട്ട് ഈ ഒരു പെർഫ്യൂമിന് മാത്രം എന്തുകൊണ്ടായിരിക്കാം ഫ്രാഗ്രൻസ് വേൾഡ് അവാർഡ് കൊടുത്തത്? അതിൻ്റെ ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ്. സോ ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ മണം നിങ്ങൾക്ക് പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു DNA ആണ്, പക്ഷെ സിമ്പിളാണ്. ചിലർ പറയാറുണ്ട് ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ ഒരു ക്യാബിൻ എന്നൊക്കെ പറയാറുണ്ട്. ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു മുറിയിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ പൊതുവെ ഈ പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഈ അവരുടെ വീട്ടിൽ പോയി കാണത്തില്ലേ, വീട്ടിൽ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ, ഹോസ്പിറ്റലിലൊക്കെ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു ഉദാഹരണത്തിന് ഡെർമറ്റോളജിസ്റ്റൊക്കെ കാണിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ക്ലീൻ മണം വരും. അത് എന്ത് മണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ ഒരു ക്ലീൻ സ്മെല്ലായിരിക്കും. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ക്ലീൻ പ്ലസന്റ് സ്മെല്ലുണ്ടാവും. അതുപോലെ ഒരു ക്ലീൻ പ്ലസന്റ് ആയിട്ടുള്ള മണമാണ്. അപ്പോൾ ആ ഒരു മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഇനി ഇത് ആരുപയോഗിക്കണമെന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ പെർഫ്യൂം ആയിട്ട് ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മണം, അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണം, തലവേദന സൃഷ്ടിക്കാത്ത ഒരു മണം, 2 കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മണം, തൻ്റെ പുരുഷൻ വളരെ ക്ലീൻ ആയിട്ട് ഉള്ള ഒരു മണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗേൾസിനൊക്കെ അവരുടെ കാമുകനോ ഭർത്താവിനോ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫ്രഷ് മിനറൽ അക്വാട്ടിക് മണം തരുന്ന ഒരു പെർഫ്യൂം. ഇതിൽ കൂടുതൽ മിനറൽ എന്നുള്ള വാക്കാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. അതുപോലത്തെ ഒരു മണമാണ് ഈ പെർഫ്യൂം ചേർത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ മണം സിമ്പിൾ അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ മണത്തിന് മണം ഡാർക്ക് അല്ല, പക്ഷെ സ്ട്രക്ചർ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സ്ട്രക്ചർ ഡാർക്ക് ആണെങ്കിലും മണം വളരെ സിമ്പിളാണ്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി ഞാൻ പറഞ്ഞ പോലെ 10 മണിക്കൂർ അപ്പുറം ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ 3-4 മണിക്കൂർ പ്രൊജക്ഷൻ ഉണ്ട്. കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെയിലത്ത് വേണം ഇത് അടിക്കാൻ. വെയിലത്ത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വെയിലത്ത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഓഫീസിൽ AC ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപയോഗിക്കാം, മഴയത്ത് ഉപയോഗിക്കാം, വൈകുന്നേരം രാത്രി ഉപയോഗിക്കാം. ഓൾ ഇയർ എറൗണ്ട് നമുക്ക് ഒരു വർഷത്തിൽ ഏതൊക്കെ കാലാവസ്ഥയുണ്ടോ, ഏതൊക്കെ സീസൺ ഉണ്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഏതൊക്കെ പരിപാടികൾ വേണമെങ്കിൽ ഡേറ്റ് നൈറ്റിനോ അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ 4 ആളെ സംഘടിപ്പിച്ചുള്ള ഒരു മീറ്റിംഗ്, കോൺഫറൻസ്, അതുപോലെയൊക്കെയുള്ള പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് അങ്ങനെ സാഹചര്യമൊന്നുമില്ല, ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഡ്രസ്സൊക്കെ ധരിച്ച് വേണം നിങ്ങളിതിനെ പ്രസൻറ്റ് ചെയ്യാൻ. കാരണം ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളല്ല പെർഫ്യൂം ഉപയോഗിക്കുന്നത്. പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു DNA ആണ്. ബോഡിയിൽ അടിച്ചാലും 8-9 മണിക്കൂർ നിൽക്കുന്നുണ്ട്. വസ്ത്രത്തിലാണെങ്കിൽ 3-4 ദിവസമാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി എനിക്ക് കിട്ടിയത്. സോ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്, 10 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം എല്ലാ അർത്ഥത്തിലും. ഇനി ചിലർ ഇതിൽ പറയുന്ന ഒരു നോട്ട്, ഒരു വിചിത്രമായിട്ടുള്ളൊരു നോട്ട് അവർ പറയാറുണ്ട്. എന്നോട് പറഞ്ഞ 2-3 പേര് അത് പറഞ്ഞു. അത് നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു നോട്ട് കൂടിയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിലൊക്കെ വർഷത്തിലൊരിക്കൽ നമുക്ക് ഒരു മാഗസിൻ തരും. അപ്പോൾ ആ വർഷം സ്കൂളിൽ നടന്ന ജില്ലാ കലോത്സവത്തിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന യുവജനോത്സവത്തിൻ്റെയോ അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ അടങ്ങിയ ഒരു മാഗസിൻ. ആ മാഗസിനിലെ അതുവരെ തുടക്കം മുതൽ നടുക്കത്തെ ഒരു സെൻറ്റർ പേജ് വരുന്നത് വരെ സാധാരണ പേപ്പറിലായിരിക്കും. പക്ഷേ ഏതാണ്ട് നടുക്ക് ഭാഗത്തെത്തുമ്പോഴേക്കും ഈ കളർ നിറത്തിലുള്ള പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ യുവജനോത്സവത്തിലെ നാടകം കളിച്ചതിൻ്റെയോ ഡാൻസ് ആടിയോ ഒപ്പന നടത്തിയതിൻ്റെയോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഒക്കെ ചിത്രങ്ങളായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ആ പേപ്പറിന്, ആ ഒരു പ്രിന്റ് ചെയ്ത ആ മാഗസിൻ്റെ പേപ്പറിന് തൊട്ട് നോക്കുമ്പോൾ ഒരു ഇത്തിരി കട്ടി ഉണ്ടാവും. അതിന് കളർ പ്രിന്റ് ആയിരിക്കും കൊടുത്തിരിക്കുക. നമ്മൾ DSLR ക്യാമറ എടുത്ത പോലുള്ള ചിത്രമായിരിക്കും ആ നടുക്കത്തെ പേജ് ഉണ്ടാവുക. അതൊന്ന് സ്നിഫ് ചെയ്യുമ്പോൾ ഒരു മണം വരും. ഇപ്പം മണം കിട്ടിയോ? മാഗസിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയിരുന്ന മാഗസിൻ്റെ നടുക്കത്തെ പേജ് തുറന്ന്, അതായത് പുതിയ മാഗസിൻ തുറന്ന് അതിലെ ആ യുവജനോത്സവത്തിൽ നടന്ന ചിത്രങ്ങൾ എടുത്തതും സ്പോർട്സിലെ ചിത്രങ്ങൾ എടുത്ത ആ ഒരു പേജ്, അതൊരു പേപ്പറല്ല, എന്തോ ഒരു കട്ടി കൂടി ഒരു സാധനം. അത് സ്മെല് ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ഒരു മണം, ഒരു പ്രത്യേകത ഒരു മണം. ആ മണം ഇതിലെവിടെയോ ഉണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കത് കിട്ടിയിട്ടില്ല, പക്ഷെ ചിലരത് പറയുന്നുണ്ട്. അപ്പം ആ മണങ്ങളൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പെർഫ്യൂം നന്നായിട്ട് വർക്കൗട്ട് ആവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ വില വരുന്നത് 17-18 അടുപ്പിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിലും കൂടുതലുണ്ട്. ഞാൻ ടെസ്റ്റ് റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാങ്ങേണ്ട ഒരു പെർഫ്യൂം. 10 ml വാങ്ങിയാൽ മതി, കാരണം സ്ട്രോങ് ആണ്. ഒരുപാട് ആളുകൾക്ക് കോംപ്ലിമെൻറ്റ് വാങ്ങിക്കൊടുത്ത പെർഫ്യൂം, ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച പെർഫ്യൂം, ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, എല്ലാം കൊണ്ടും സീസൺ, ഉപയോഗിക്കുന്ന കാലാവസ്ഥയിൽ എല്ലാറ്റിലും നമുക്ക് 10 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ, ഫ്രഷ്, മിനറൽ, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഗാനിമേഡ്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. 5 ml, 10 ml, 2 ml സാമ്പിൾസ് ഉണ്ട്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങരുത്, ട്രൈ ചെയ്യുക. എനിക്ക് പെർഫ്യൂം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ പിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.